സർവർ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഏത് മുകളിൽ ക്രിയേറ്റ് ചെയ്തത്? സർവർ HTTP മുകളിൽ അല്ലേ? അപ്പം HTTP മുകളിൽ ക്രിയേറ്റ് സർവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരുന്നു. ആ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സർവർ ക്രിയേറ്റ് ചെയ്തത് അല്ലേ? അത് മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റൺ ചെയ്യുന്നു. റൺ ചെയ്താൽ എക്സിറ്റ് ആവില്ല അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണോ ഇപ്പം നോക്കി, ഞാൻ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയിക്കുന്നുണ്ടോ? നോക്കണേ, ആണോ ഓൾറെഡി അഡ്രസ് ഓൾറെഡി ഇൻ യൂസ്. അതായത് ഞാൻ ഈ റൺ ചെയ്യാൻ ശ്രമിക്കുന്ന 3000 എന്റെ 3000 അല്ലേ, 3000 ഫോൺ നമ്പറാണ് റൺ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട് നേരത്തെ ക്ലാസ്സിന്റെ. അപ്പം അവിടെ അതും ഞാൻ 3000 റൺ ചെയ്യുന്നത്. അത് ഓൾറെഡി 3000 റൺ ചെയ്യാണ് അല്ലേ? അപ്പം നമ്മൾ എക്സിറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ ഓൾറെഡി യൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരെ ഒന്നെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ മാറ്റി വിടാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ റൺ ചെയ്യാം. നമ്മുടെ ആപ്പ് റൺ ആയി. ഞാൻ പറയാൻ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ സർവർ 60,000 ഉള്ളത്, 60,000 സംതിങ് ആണ് ഫോൺ നമ്പർ 0 മുതൽ. എത്ര മുതൽ നമുക്ക് ഉപയോഗിക്കാം അതിനൊക്കെ അതാണ് റേഞ്ച്. ഓക്കെ, 5,000 നോക്കുമ്പോൾ അതൊക്കെ ഓൾറെഡി യൂസ്. അത് ലൈനിലാണ്. അതായത് ഇത്ര ഫോൺ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന പ്രോഗ്രാം സിസ്റ്റം പോലെ ആണല്ലോ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്പറാണ് ഇത് ഫോൺ നമ്പർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ അപ്ഡേഷൻ ചെയ്തില്ലേ, അത് ഞാൻ ചെയ്തപ്പോൾ അതിന് പറഞ്ഞ നമ്പർ 3000. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ പേര് 3000 ആയി. പേര് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതായത് ലൈൻ നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പം എന്താ ചെയ്യും, ഒരു കണക്ഷൻ ഇപ്പോൾ നമ്മുടെ ബ്രൗസറിലെ ബ്രൗസറിൽ നമ്മൾ നമ്മുടെ മനസ്സിലായി. അപ്പോൾ ഇതിനോട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ 3000 ഫോൺ നമ്പർ കണ്ടു പ്രോഗ്രാമിലേക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇവിടെ റെസ്പോൺസ് ചെയ്യാനുള്ള കോഡ് ചെയ്തിട്ടുണ്ട്, റെസ്പോൺസ് ചെയ്യും. മനസ്സിലായത്? ഓക്കെ, ബാക്കി നോക്കാം. അപ്പോൾ ഇനി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നു നമുക്ക് ഈ ഡേറ്റ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ ആണോ? ഇപ്പോൾ യൂസർ ആദ്യം ചെയ്യുന്നത് ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറയുന്ന ആ ഒരു അഡ്രസ് നമ്മുടെ ക്രോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ അയച്ചു കൊടുക്കുന്നു. അപ്പം ആ ബ്രൗസർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസ് വരും. നമ്മൾ സർവർ പ്രോഗ്രാം നോക്കിയാൽ അതിനകത്ത് യൂസറിന് പല രീതിയിലുള്ള റിക്വസ്റ്റ് അയക്കാം, പല റിക്വസ്റ്റ് ഒരു റിക്വസ്റ്റ് മാത്രം ഒന്നും റിക്വസ്റ്റ് അയക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ മീൽസിന്റെ ഒരു എക്സാമ്പിൾ ചെയ്തില്ലേ, ഒരു API ചെയ്തില്ലേ, മീൽസിന്റെ API ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കുന്ന ഡൊമൈൻ നെയിം എല്ലാം സെയിം ആണ്. ഓക്കെ, ആ ലാസ്റ്റ് ഇപ്പം ലാസ്റ്റ് സ്ലാഷ് എന്താ മീൽസ് നൽകുമ്പോൾ മീൽസ് മാത്രം കിട്ടും അല്ലേ, സ്ലാഷ് കാറ്റഗറി നൽകുമ്പോൾ കാറ്റഗറി മാത്രം കിട്ടും. ഇനി എന്ത് ഒരു ഐഡി കൊടുത്ത് ഐഡി മാത്രം കിട്ടും, ഐഡി വെച്ചിട്ട് അത് മാത്രം കിട്ടും. അപ്പം അങ്ങനെ എന്ത് നമ്മൾ അവിടെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് URL നമ്മൾ ചേഞ്ച് കിട്ടും, അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടി നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് URL-ലും അതുപോലെ ഇങ്ങനെ പറയുന്നത് മെത്തേഡ് ഉണ്ട്, ഗെറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് വ്യത്യാസപ്പെടുത്തിയാണ് അയക്കുക. ഓരോ URL-നും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. നോക്കിയേ, കണ്ടോ നമ്മുടെ ആ ഒരു URL ലോക്കൽ ഹോസ്റ്റ് 3000. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടുന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾ brick.url എന്ന് ഞാൻ കൊടുത്തു, കൺസോൾ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേറെ കൺസോൾ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ റിക്വസ്റ്റിനകത്ത് URL എന്ന് പറയുന്ന ഈ കൺസോൾ ചെയ്യാം. സംഭവിക്കാൻ നോക്കാം. നോഡ് server.js റൺ ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താ കിട്ടിയ നോക്കി, ഈ ഫേവ് ഐക്കൺ ഇട്ടേക്കാം. അതിനനുസരിച്ച് നമ്മൾ ബ്രൗസർ അയക്കുന്ന റിക്വസ്റ്റ് അത് ഇട്ടേക്കാം. ഞാൻ പറയാം. ഇപ്പോൾ നോക്കി ഇവിടെ വന്നേ ഒരു സ്ലാഷ് വന്നു. ഓക്കെ, ഞാൻ ഇവിടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സ്ലാഷ് ആപ്പിൾ കൊടുത്തു റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ എന്താ വന്നേ സ്ലാഷ് ആപ്പിൾ കണ്ടോ. ഇവിടെ ഞാൻ സ്ലാഷ് ഓറഞ്ച് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്താൽ നമ്മുടെ ഇതിൽ വന്നൊരു പാത്ത് നമ്മുടെ URL-ലെ പാത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമ്മുടെ റിക്വസ്റ്റ് URL കിട്ടും. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്നതിലേക്ക് മാറ്റാൻ പറ്റും. അതിനനുസരിച്ച് പറയുക ഇത് പാകം നമ്മൾ എന്ത് റിക്വസ്റ്റ് ചെയ്താലും എന്തായിട്ട് റെസ്പോൺസ് ആയിട്ട് ഇതാണ് കിട്ടാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് യൂസറിന്റെ സ്ലാഷ് യൂസറിന്റെ അയച്ചാൽ യൂസറിന്റെ ഇടണം, നമ്മുടെ ആപ്ലിക്കേഷൻ അതുള്ള യൂസറിന്റെ ഇടണം. ചുമ്മാ നമുക്ക് ഡേറ്റാബേസ് ഒന്നും ഇപ്പോൾ ഡേറ്റാബേസ് ഇല്ല. അപ്പം യൂസർ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, ലോക്കൽ ഹോസ്റ്റ് 3000 സ്ലാഷ് യൂസർ എന്ന് പറയുന്ന പാത്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ആയിട്ട് വേണ്ടത് യൂസറിന്റെ ഡേറ്റ. ഇനി സ്ലാഷ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ റെസ്പോൺസ് ആയിട്ട് വേണ്ടത് പ്രോഡക്റ്റിന്റെ ഡേറ്റയാണ് വേണ്ടത് എന്ന് വെച്ചാൽ. അപ്പോൾ ആ സെറ്റപ്പിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അങ്ങനെ ഇംപ്ലിമെന്റ് സമയത്ത് രണ്ട് സർവീസ് ആയി, യൂസറിന്റെ ഡേറ്റ ചെയ്യാം, പ്രൊഡക്റ്റിന്റെ ഡേറ്റ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചാൽ അതിന് നമ്മൾ URL ആണ് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ വേണ്ട ഈ കണ്ടീഷൻ if.url equal to സ്ലാഷ് ആണെന്ന് വെച്ചാൽ അതൊന്നും ഇല്ല, വെറുതെ ലോക്കൽ ഹോസ്റ്റ് 3000 ഓക്കെ ആണ് അയക്കുന്നെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന URL ആണ് സ്ലാഷ് അല്ലേ. സ്ലാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് റെസ്പോൺസ് അയക്കും. വെൽക്കം ടു ദ API ചുമ്മാ വെറുതെ ലോക്കൽ ഹോസ്റ്റ് 3000 പറഞ്ഞ റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് പോകുന്ന റെസ്പോൺസ് വെൽക്കം ടു ദ API ആയിരിക്കും. ഓക്കെ, അപ്പം ഈ റെസ്പോൺസ് അയച്ചിട്ട് പിന്നെ അതിന്റെ താഴെയുള്ള കോഡ് വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റിട്ടേൺ കൊടുക്കും. നമ്മൾ റിട്ടേൺ കൊടുത്താൽ ഫംഗ്ഷൻ ആണല്ലോ, ഫംഗ്ഷൻ നമ്മൾ എവിടെയെങ്കിലും റിട്ടേൺ കൊടുത്താൽ എന്ത് ചെയ്യും, റിട്ടേൺ വർക്ക് ആയാൽ ഫംഗ്ഷൻ ഉണ്ടാവും, പിന്നെ താഴെയുള്ള കോഡ് വർക്ക് ആവില്ല. അപ്പം ഇൻ കേസ് URL സ്ലാഷ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതാണ് റെസ്പോൺസ് ആയിട്ട് റെസ്പോൺസ് അയക്കുന്നു, ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, else if brick.url equal to സ്ലാഷ് യൂസർ എന്നാണെങ്കിൽ ഞാൻ റെസ്പോൺസ് ആയിട്ട് ഇത്രയും സാധനം ഇവിടെ റിട്ടേൺ കൊടുക്കാം. ഓക്കെ, ഇവിടെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നോക്കണം. ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് അയക്കുകയാണ് 3000 മീൻസ് സ്ലാഷ് ആണ് പോവാം. എനിക്ക് എന്താ റെസ്പോൺസ് കിട്ടിയേ, വെൽക്കം ടു API സ്ലാഷ് യൂസർ എന്താ കിട്ടിയേ, യൂസർ. അതായത് ഇവിടെ നമ്മുടെ പാത്തിൽ നമ്മൾ വ്യത്യാസം കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മുടെ റെസ്പോൺസ് മാറി. അതായത് ഇപ്പോൾ ഈ സർവറിന് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന URL മാറുമ്പോൾ എന്ത് ചെയ്യും, അതനുസരിച്ചാണ് റെസ്പോൺസ് വരിക. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത URL എന്ന് വെച്ചാൽ എൽസ്, അത് സ്ലാഷും അല്ല അതുപോലെ സ്ലാഷ് യൂസർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് ആയിട്ട് വേണമെങ്കിൽ റൈറ്റ് ഹെഡ് നമുക്ക് പറയാം ഇങ്ങനെ ഒരു റൗട്ട് ഇല്ല, ഇങ്ങനെ ഒരു പാത്തില്ല. അപ്പോൾ നമ്മുടെ പറഞ്ഞില്ല നോ റൗട്ട് ഫൗണ്ട് ആണ് ഫോർമാറ്റ്. എന്നിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, എന്നിട്ട് എന്നിട്ട് റിട്ടേൺ ടെസ്റ്റ്.end നമ്മൾ നോ റൗട്ട് ഫൗണ്ട്. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ ഇവിടുന്ന് സ്ലാഷ് അയക്കുകയാണെങ്കിൽ
വെൽക്കം ടു കിട്ടും സ്ലാഷ് യൂസർ ആണെങ്കിൽ യൂസർ കിട്ടും ആപ്പിൾ ഇങ്ങനെ ഡോക്ടർ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്തൊരു പിന്നെ ഞാൻ ഡിഫൈൻ ചെയ്ത നടക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ആ ഒരു സർവറിൽ ഇപ്പോൾ അത് ഒരുപാട് സർവീസ് വരുന്നത് നമ്മുടെ ആ പാത്ത് മാറ്റുന്ന അനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ഓരോ ഡേറ്റ കിട്ടും. ഇതാണ് ആ സമയത്ത് ആ ഒരു എന്താ നമ്മൾ മീൽസ് പേര് നടക്കുന്നത്. അവിടെ നമ്മൾ സ്ലാഷ് മീൽസ് അയക്കുന്ന സമയത്ത് മീൽസ് കിട്ടും അല്ലേ, മീൽസ് കിട്ടും. അതുപോലെ സ്ലാഷ് എന്താ കാറ്റഗറി അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടർ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്തൊരു പിന്നെ ഞാൻ ഡിഫൈൻ ചെയ്ത നടക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ആ ഒരു സർവറിൽ ഇപ്പോൾ അത് ഒരുപാട് സർവീസ് വരുന്നത് നമ്മുടെ ആ പാത്ത് മാറ്റുന്ന അനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ഓരോ ഡേറ്റ കിട്ടും. ഇതാണ് ആ സമയത്ത് ആ ഒരു എന്താ നമ്മുടെ മീൽസ് പേര് നടക്കുന്നത്. അവിടെ നമ്മൾ സ്ലാഷ് മീൽസ് അയക്കുന്ന സമയത്ത് മീൽസ് കിട്ടും അല്ലേ, മീൽസ് കിട്ടും. അതുപോലെ സ്ലാഷ് എന്താ കാറ്റഗറി സമയത്ത് കാറ്റഗറി കിട്ടും. കാര്യം അവിടെ ഇതുപോലെ അവർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഈ യു ആർ ഇതാണെങ്കിൽ ഇതയ്ക്കുക, ഇതാണെങ്കിൽ ഇതയ്ക്കുക, മനസ്സിലായോ? അതാണ് സംഭവം. ഇവിടെ നമ്മൾ ആ യു ആറിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ റിക്വസ്റ്റിന്റെയും ഡൊമൈൻ സെയിം ആയിരിക്കും. ഡൊമൈൻ ലോക്കൽ ഹോസ്റ്റ് 3000 അവിടെ ഈ പാത്ത് വ്യത്യാസപ്പെട്ടു. ഓരോ നമ്മൾ റിയാക്ട് പേജിൽ ഓരോ പാത്ത് ചേഞ്ച് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും പേജ് ചേഞ്ച് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ പാത്ത് ഓരോ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. സ്ലാഷ് ആണെങ്കിൽ എന്ത് ചെയ്യും റെസ്പോൺസ് ആയിട്ട് വെൽക്കം ടു ആയിരിക്കും. അതുപോലെ സ്ലാഷ് യൂസർ ആണെങ്കിൽ എന്ത് ചെയ്യും റെസ്പോൺസ് ആയിട്ട് യൂസറിന്റെ ഡേറ്റ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ എല്ലാം ഡേറ്റാബേസിന്റെ പ്രോഗ്രാം ചെയ്തേക്കും. എന്താ സ്ലാഷ് യൂസർ ആണെങ്കിൽ ഡേറ്റാബേസിന്റെ യൂസർ ഡേറ്റ എടുക്കുക, യൂസർ അയച്ചു കൊടുക്കുക ഇല്ലേ. പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്ലാഷ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡേറ്റാബേസ് പോയി പ്രൊഡക്റ്റ് എടുക്കുക, അയച്ചു കൊടുക്കുക. ഈ രീതിയിലാണ് വർക്ക് ചെയ്യാം. മനസ്സിലായി പാത്തിന്റെ പരിപാടി. ഓക്കെ, ഇനി ഇവിടെ ഫേവൈക്കൻ എന്ന് പറഞ്ഞ സാധനം വരാൻ കാര്യം വെച്ചാൽ നമ്മളിവിടെ കൺസോൾ ഡോട്ട് ലോഗ് റിക് ഡോട്ട് യു ആർ എൽ എന്ന് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സ്ലാഷ് ആപ്പ് വന്നു, ഇപ്പൊ വരുന്നില്ല. ഓക്കെ, അത് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്രോമിൽ ഇപ്പം എനിക്കൊന്നത് സെൻഡ് ചെയ്യാൻ തോന്നുന്നു. ഈ ക്രോമിന്റെ ഇവിടെ കണ്ടോ ഈ ടാബിൽ ഐക്കൺ ഉണ്ട്. ഈ ടാബിന് ഐക്കൺ കിട്ടാൻ വേണ്ടി ഈ ക്രോം തന്നെ ഓട്ടോമാറ്റിക് അയക്കുന്ന റിക്വസ്റ്റ് ഒരു പാത്താണ് സ്ലാഷ് ഐക്കൺ. അത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ, ഇതൊന്നും ട്രൈ നോക്കി നിങ്ങൾ ഇങ്ങനെ പാത്ത് ചെയ്തിട്ട് ഓരോ പാത്തിലും ഓരോ സർവീസ് ചെയ്തിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും. അതായത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ പോകുന്ന എങ്ങനെയാ വെച്ചാൽ എക്സ്പ്രസ് നമുക്ക് അടുത്തേക്ക് പോവാം. ചെയ്ത് നിങ്ങൾ കിട്ടില്ല. അപ്പം ഇപ്പൊ നമ്മൾ HTML മൊഡ്യൂൾ അല്ല യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ മൊഡ്യൂളിന് പകരം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും. അതായത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ പോകുന്ന എങ്ങനെയാ വെച്ചാൽ എക്സ്പ്രസ് എന്ന് പാക്കേജ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം എക്സ്പ്രസ് എന്ന് പാക്കേജ് തേർഡ് പാർട്ടി പാക്കേജ് HTML മൊഡ്യൂൾ എന്ന മൊഡ്യൂൾ ഇൻബിൽട്ട് ആണ്. അതായത് നമ്മൾ ഇവിടെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തില്ല, വെറുതെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ യൂസ് ചെയ്താൽ ഇതൊന്നും യൂസ് ചെയ്തു. അതായത് നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വരുന്നതാണ് HTML മൊഡ്യൂൾ. ഓക്കെ, ഇതല്ല ഇത് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കുറേ ലോജിക് എഴുതണം, ഈ കണ്ടീഷൻ എഴുതണം, കുറെ ബുദ്ധിമുട്ടണം അല്ലേ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത വേർഷൻ ആണ് നമ്മുടെ എക്സ്പ്രസ്. ഓക്കെ ആണല്ലോ, നമ്മൾ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, ഈ എക്സ്പ്രസ് പറഞ്ഞ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത സെറ്റപ്പ് എല്ലാം ചെയ്യുക. അതിൽ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പം നമ്മൾ ഇനി ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടെ റിക്വസ്റ്റ് അയച്ച് നോക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ചാണ് റിക്വസ്റ്റ് അയക്കാം അല്ലേ. ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് ഒരു ടൈപ്പ് റിക്വസ്റ്റ് അയക്കാൻ പറ്റുള്ളൂ, അതാണ് ഗെറ്റ് റിക്വസ്റ്റ്. നമുക്ക് പോസ്റ്റ് അയക്കണം, പുട്ട് അയക്കണം, പാച്ച് അയക്കണം. നിങ്ങൾ പറയല്ലേ ഗെറ്റ് ആണെങ്കിൽ അവിടെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഗെറ്റ് മെത്തേഡ്, അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് മെത്തേഡ്, അല്ലെ എഡിറ്റ് ആണെങ്കിൽ പുട്ട് പാച്ച് ഉണ്ട്, ഡിലീറ്റ് ആണെങ്കിൽ മെത്തേഡ്. അപ്പം ഈ മെത്തേഡിലൊക്കെ നമുക്ക് റിക്വസ്റ്റ് അയക്കണം ബ്രൗസർ ഉപയോഗിച്ച് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പോസ്റ്റ്മാൻ. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ, അപ്പം അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് മെത്തേഡിലൂടെ വെച്ചിട്ട് ചെയ്യാം. ഫുൾ കോഡ് എഴുതാം. ഇതേ സെറ്റപ്പ് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും ഫ്രണ്ട് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഫോർ Node.js. It is one of the most popular framework in the Node.